ഹായ് ഫ്രണ്ട്സ്, ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. എത്ര വലിയ മുടി കൊഴിച്ചിലും മാറാനും താരനും മാറിയിട്ട് മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത്. അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മളൊരു ഷാമ്പു യൂസ് ചെയ്ത പോലെ തന്നെയാവും നമ്മുടെ മുടി. സാധാരണയായിട്ട് പലരും തലയിൽ അഴുക്ക് കളയാൻ വേണ്ടിയിട്ടും മുടിയിലെ എണ്ണമയം ഇല്ലാതാക്കാനൊക്കെ വേണ്ടിയിട്ട് ഷാമ്പു യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്താലും നിങ്ങൾക്ക് അതേ രീതിയിലുള്ള റിസൾട്ട് കിട്ടും. ഇത് യാതൊരു തരത്തിലും ഒരു കെമിക്കലും ഇതിൽ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡാമേജും നമ്മുടെ മുടിക്ക് ഉണ്ടാവില്ല. മുടിയെ ഡാമേജ് ഇല്ലാതെ നന്നായിട്ട് വളർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെറുപയറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്പൂൺ ചെറുപയറാണ് എടുക്കുന്നത്. ചെറുപയർ മുടി നന്നായിട്ട് വളരാനും മുടിയിലുള്ള എണ്ണമയം കളയാനും ഒക്കെ നല്ലതാണ്. പണ്ട് കാലത്തെ ഒരു ഷാമ്പു ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത് ചെറുപയറാണ്. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂൺ ഉലുവയാണ് എടുക്കുന്നത്. ഇപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ട 2 ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും ഇത് നിങ്ങൾ വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കുക. ഇപ്പോൾ ഇതാ ഞാനൊരു രാത്രിയാണ് ഇത് കുതിർക്കാൻ വെച്ചത്. രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ പൊട്ടിക്കീറിയിട്ട് ഒരു മുള വരാനുള്ള ഒരു പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്കിത് മുളപ്പിക്കാൻ വയ്ക്കണം. വെള്ളം ഒഴിവാക്കി ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഞാനൊരു 2 ദിവസത്തേക്കാണ് ഇത് മുളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഇനി നമ്മൾ എടുക്കുക. അപ്പോൾ ഞാൻ ഉലുവയിലെയും ചെറുപയറിലെയും വെള്ളമൊക്കെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് കളഞ്ഞിട്ട് അതേ പാത്രത്തിൽ തന്നെ മുളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അടച്ചു വയ്ക്കുകയൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാനൊരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചെറുപയറും ഉലുവയൊക്കെ മുളച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ ചെറുപയറൊക്കെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. 2 ദിവസം മുഴുവനായിട്ട് തന്നെ മുളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു. 3ാമത്തെ ദിവസമാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ മുള വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഉലുവയിലും മുള വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കൂടുതലായിട്ട് മുള വന്നിട്ടുള്ളത് ഉലുവയിലാണെന്നാണ് തോന്നുന്നത്. ഇനി നമുക്കിതൊരു പാക്ക് പോലെ കിട്ടണമെങ്കിൽ നല്ല പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തു. അതിലേക്ക് മുളപ്പിച്ചെടുത്തിട്ടുള്ള പയറും ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. തൈര് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ തലയിലുള്ള താരൻ മാറി കിട്ടാൻ ഏറ്റവും നല്ലതാണ്. മുടിക്ക് നല്ലൊരു കണ്ടീഷനിങ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ചെറുപയറും ഉലുവയൊക്കെ മുടി കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കും. അപ്പോൾ ഒരു ഡ്രൈനെസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 സ്പൂൺ തൈരും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. പിന്നെ നമ്മളിത് അരച്ചെടുക്കാൻ വെള്ളമല്ല യൂസ് ചെയ്യുന്നത്, കഞ്ഞിവെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 2 കപ്പ് കഞ്ഞിവെള്ളവും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പാക്കൊക്കെ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളൊരു ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നല്ല പതയുണ്ട്. അപ്പോൾ ഇനി ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കുറച്ച് ചണ്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് തലയിലായി കഴിഞ്ഞാൽ അത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ പിന്നീട് താരനൊക്കെ ആയിട്ട് മാറും. അപ്പോൾ എപ്പോഴും ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതാ നിങ്ങൾ കാണും പോലെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ.
അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം പോലെയുള്ള ആ ഒരു ടെക്സ്ചറിലേക്ക് മാറും. അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഹെയർ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ തലയിൽ തേച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ദിയോസ് ഹെർബൽസിൻ്റെ ഹെയർ ഓയിൽ തന്നെയാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എത്ര ഹെയർ ഓയിലാണോ ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ളത് അത്രയും തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള അത്ര ഹെയർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ഓരോ പാർട്ടീഷനായിട്ട് മുടിയെടുത്ത് നിങ്ങൾ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, മസാജും കൂടെ കൊടുക്കുക. പിന്നെ നിങ്ങളാദ്യം സ്കാൽപ്പിലാണ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കിയുള്ളത് മുടിയിലും കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അല്ലാത്തവർ ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കുക. അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയാൽ മതി. അതിനുശേഷം കുളിക്കുന്ന സമയത്ത് സാധാരണ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത്. ഹെയർ പാക്ക് മാത്രമല്ല, ഇത് നാച്ചുറലായിട്ടുള്ള ഒരു ഷാമ്പു കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. മുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറിയിട്ട് മുടി നല്ല ഉള്ളോട് കൂടിയിട്ടും നീളത്തിലൊക്കെ വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആയിരുന്നു. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്